ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ദിനേശ് ബി ഡി ഇല്ലത്ത് താഴെ ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ സംഗമം നടന്നു. വയലളം വെസ്റ്റ് LP സ്കൂളിൽ ദിനേശ് ബി ഡി കേന്ദ്ര സഹകരണ സംഘം ചെയർമാൻ MK ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാഴയിൽ വാസു അധ്യക്ഷനായി. ആദ്യകാല തൊഴിലാളികളായ ഞാറ്റിയാല ശ്രീധരൻ, ബാലൻ, PM ലീല എന്നിവരെ ചടങ്ങിൽ ചെയർമാൻ MK ദിനേശ് ബാബു ആദരിച്ചു. ആദ്യകാല തൊഴിലാളികളായ ഞാറ്റിയാല ശ്രീധരൻ, ബാലൻ, PM ലീല എന്നിവരെ ചടങ്ങിൽ ചെയർമാൻ MK ദിനേശ് ബാബു ആദരിച്ചു. തലശ്ശേരിയിലെ ദിനേശ് ബി ഡി ബ്രാഞ്ചുകളിൽ ഏറെ പ്രധാനപ്പെട്ട ഇല്ലത്ത് താഴെ ബ്രാഞ്ചിൽ നേരത്തെ 128 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ബീഡി ഉൽപാദന മേഖലയിലെ വിവിധങ്ങളായ പ്രതിസന്ധികൾ കാരണം ഇല്ലത്ത് താഴെ ബ്രാഞ്ച് ഇപ്പോൾ ഇല്ല. ഇവിടുത്തെ തൊഴിലാളികളെ സമീപ ബ്രാഞ്ചുകളിലേക്ക് പുനർവിന്യസിച്ചു. അന്ന് ജോലി ചെയ്തിരുന്നവരിൽ 38ഓളം തൊഴിലാളികൾ മരണപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവരാണ് ഞായറാഴ്ച വയലളം സ്കൂളിൽ ഒത്തുചേർന്നത്. സംഗമ പരിപാടികൾക്ക് ബീഡി തൊഴിലാളി യൂണിയൻ CITU നേതാവ് TP ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. എൻജിഒമാരും അധ്യാപകന്മാരും കടകളായ കടകൾ കയറി എന്താ കയറിയത്? വീട് വിൽക്കാൻ താല്പര്യമുള്ള കച്ചവടക്കാർ. അപ്പോൾ എൻജിഒമാരും അധ്യാപകനും കാരി ദിനേശ് ഇല്ല അത് കൊണ്ടേക്കാത് നമ്മളല്ല അതല്ലേ വിളിക്കുന്നു. അപ്പം കച്ചവടക്കാരൻ മനസ്സ് മാറി. അങ്ങനെ വ്യാപകമായി കച്ചവട സ്ഥാപനത്തിൽ കയറിയപ്പോൾ കച്ചവടക്കാർക്ക് തോന്നി വീടി കൊണ്ടേക്കണം. അങ്ങനെ വീടി കൊണ്ടേക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ദിനേശ് ബി ഡി പടർന്ന് പന്തലിച്ച് 45,000 തൊഴിലാളികളും ജീവനക്കാരുമുള്ള സ്ഥാപനമായി ഈ കണ്ണൂർ ജില്ലയിൽ വളർന്നു വരുന്ന അന്തരീക്ഷമുണ്ടായത്. കണ്ണൂർ, കാസർഗോഡ് ജില്ല, കോഴിക്കോട് ജില്ലയിലുമാണ് ദിനേശ് ബി ഡി ഉള്ളത്. 45,000 തൊഴിലാളി, 17.4% ബോണസ്, ആഴ്ചക്ക് 6 ദിവസം പണിയെടുത്ത 7ാമത്തെ ദിവസം കൂലി, ഞായറാഴ്ച കൂലി, 20 ദിവസം പണിയെടുത്ത 1 ദിവസം ക്യാഷ് ലീവ്, എല്ലാ ആനുകൂല്യം കിട്ടാൻ തുടങ്ങി. PF വന്ന് അങ്ങനെ എല്ലാം തൊഴിലാളികൾക്ക് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ബോണസ് ഫണ്ട് പിരിക്കാൻ കമ്പനിക്കാരിയപ്പോൾ ചില കമ്പനികളിൽ എന്ത് ബോണസ് ഫണ്ട്. ഇല്ലത്ത് താഴെ ബ്രാഞ്ചിൽ ആദ്യകാലത്ത് ബീഡി തെറുത്തിരുന്ന ചതുർഭാഷാ നിഘണ്ടു രചയിതാവ് ഞാറ്റിയാല ശ്രീധരൻ, KK ബിന്ദു, പുറക്കണ്ടി പ്രീത, K വിനോദൻ, C ഗോപാലൻ, M സുധീഷ്, P പ്രേമരാജൻ, V സതി, O ബേബി സുജാത, KV പവിത്രൻ, മൊകേരി രാജൻ, K ദാമോദരൻ, CN മിഥുൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.